എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹിറ്റാച്ചിയെ കാണിക്കുന്നു. അവനിപ്പോ ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചു കിടക്കാണ്. അതിന്റെ തൊട്ടടുത്തായി ഇപ്പൊ സാസുകെ ആവട്ടെ അവന്റെ കംപ്ലീറ്റ് പവർ നഷ്ടപ്പെട്ട് അങ്ങനെ വീണ് കിടക്കും. കട്ട് ചെയ്ത ടോബി ഇപ്പൊ സാസുകയും ടീമിനെ തടയാനായിട്ട് അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കാണ്. ഇവിടെ കിബ അവൻ കറങ്ങി കറങ്ങി വന്ന് ഇപ്പൊ ഫോർമേഷൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. യാമട്ടോ സെൻസായി ആവട്ടെ ആളുടെ വുഡ് ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ടോബിയുമായിട്ട് ഇപ്പൊ ഒരു ഭാഗത്ത് പൂര ഫൈറ്റ്. യാമട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് ആളുടെ വുഡ് ജിപ്സ് ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യും. അപ്പൊ കറക്റ്റ് ടൈം കുട്ടപ്പൻ അവൻ റെസൻ ഗണ്ണുമായിട്ട് ടോബിയുടെ തൊട്ടടുത്തെത്തും. പക്ഷെ ടോബി അവൻ കുട്ടപ്പനെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ ടെലിപ്പോർട്ടേഷൻ ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടും. ടോബി വിളിച്ചു പറയും, ഇത്രയും നേരം നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്തു, ഇനി ഞാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അവനിപ്പോ റെഡിയായിട്ട് നിൽക്കും. അതിന് കാക്കാഷി വിളിച്ചു പറയും, എല്ലാവരും ഓടിവായോ, എന്റെ പുറകെ നിൽക്ക്, അവനിപ്പോ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. പക്ഷെ ടോബി അവൻ എന്തൊക്കെയോ ജിപ്സുകളുടെ പേരൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കിബ ചോദിക്കും, നമ്മൾ ഫോർമേഷൻ അറ്റാക്ക് അത് കറക്റ്റ് ആയിട്ടല്ലേ ചെയ്തേ? അപ്പൊ കുട്ടപ്പൻ, അതെ, ഞാൻ കറക്റ്റ് ആയിട്ട് ചാടി വീണ് അവനെ ഇടിച്ചതാണ്, പക്ഷെ അവനൊരു പോറില് പോലും പറ്റിയില്ല. ഇവിടെ എന്താ നടക്കണേ? അതിന് ഷിനോ പറയും, അവൻ വേണമെന്ന് വെച്ച് തന്നെ ഇപ്പൊ നമ്മളെ കളിപ്പിക്കുകയാണ്. അതിന് സാക്കുറ പറയും, എനിക്ക് തോന്നുന്നത് ഇതൊരു ക്ലോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗെൻജിപ്സോ ആയിരിക്കും എന്നാണ്. അതിന് ഹിനട്ടക്കുട്ടപ്പി പറയും, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നണത്. അപ്പൊ യാമട്ടോ സെൻസായി ഇപ്പൊ കാക്കാഷിയോട് ചോദിക്കും, നമ്മളിനി എന്താ ചെയ്യാ? കാക്കാഷി പറയും, വേറെ വഴിയില്ല, അവന്റെ അറ്റാക്ക് അതെങ്ങനെയെങ്കിലും നമ്മൾ പ്രിവെന്റ് ചെയ്യണം. കാക്കാഷി ഉടനെ ഇപ്പൊ ഷീനോട് പറയും, നിന്റെ ഇൻസെക്ട് വെച്ച് എങ്ങനെയെങ്കിലും അവനെ പ്രതിരോധിക്ക്. അത് കേട്ടുടൻ ഇപ്പൊ ഷിനോ ആവട്ടെ അവന്റെ ഇൻസെക്റ്റുകളെ പുറത്തിറക്കി ഇപ്പൊ റെഡിയായിട്ട് നിൽക്കുകയാണ്. അത് കണ്ട് ടോബി ഷോക്കാവും. ഇവൻ അഭിറാമി ക്ലാനിലുള്ളവനല്ലേ? ഇവന്റെ ഈച്ചകൾ മുഴുവൻ ചേർന്ന് എന്നെ കുത്തുകയാണെങ്കില് പിന്നെ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ഷിനോ അവന്റെ ഈച്ചകളെ ഉപയോഗിച്ച് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ ആവേശം കയറി ഇപ്പൊ ഇടിക്കാനായിട്ട് ചാടി ചാടി നിൽക്കുകയാണ്. അതിന് കാക്കാഷി ടെൻഷനായിട്ട്, കുട്ടപ്പ, നിന്നോട് എത്ര തവണ പറയണം, ഈ ഒരു സമയത്ത് ഷിനോയെ കൊണ്ട് മാത്രമേ അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. ഷിനോയുടെ ഈച്ചകളുടെ മുൻപില് അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുമ്പോ ഇവിടെ ടോബി ആവട്ടെ ഈച്ചകളെ കണ്ട് ഇപ്പൊ പേടിച്ചൂടാണ്. അത് കേട്ട് ഇപ്പൊ കിബ കുട്ടപ്പനോട് പറയും, നീ ഇതുവരെ ഷിനോയുടെ ടീമില് ചേർന്നിട്ടില്ല, അതുകൊണ്ടാണ് അവന്റെ പവറിനെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അവന്റെ യഥാർത്ഥ പവർ കണ്ട നീ ഷോക്ക് ആവുന്ന് പറയുമ്പോ ഷിനോ ആവട്ടെ അവന്റെ ഈച്ചകളെ ഉപയോഗിച്ച് ഇപ്പൊ ടോബിയെ മുഴുവനായിട്ടും റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കേട്ട് ഷിനോ, ഞാൻ ഇതുവരെ എന്റെ യഥാർത്ഥ പവർ അതെന്താണെന്ന് കാണിച്ചിട്ടില്ല, ഇതാണ് എന്റെ ശരിക്കും പവർ എന്ന് പറയുമ്പോ അതിന് കിബ പറയും, നീ ഓവർ ആക്കണ്ട, ആദ്യം നീ അവനെ എങ്ങനെയെങ്കിലും നിന്റെ ഈച്ചകളെ ഉപയോഗിച്ച് തുരത്തി ഓടിക്ക്. ഇപ്പൊ കാക്കാഷി ആള് ഹിനട്ടയോട് ചോദിക്കും, ടോബി അവൻ ഇപ്പോഴും ഈച്ചയുടെ ഉള്ളിൽ തന്നെ ഉണ്ടോ? അതിന് അവള് പറയും, അതെ, അവൻ ആ ഈച്ചകളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഉടനെ കാക്കാഷി മാസ്റ്റർ ഇപ്പൊ യാമുട്ടയോട് പറയും, അവൻ പുറത്തിറങ്ങിയാൽ ഉടനെ നിന്റെ പവർ ഉപയോഗിച്ച് അവനെ തല്ലി കൊല്ലണം. അത് കേട്ടുടനെ ഇപ്പൊ യാമുട്ടോ സെൻസായി ആവട്ടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ അല്പസമയം കഴിയുമ്പോ ഷിനോയുടെ ഈച്ചകളാവട്ടെ അവറ്റകൾ ഓരോരോ ഭാഗത്തേക്കായിട്ട് ഇപ്പൊ പറന്നു പോവാൻ തുടങ്ങും. അതിന്റെ നടുക്കായിട്ട് ഇപ്പൊ ടോബിയെ കാണില്ല. അത് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുമ്പോ കിബ ചോദിക്കും, അവൻ വീണ്ടും ടെലിപ്പോർട്ടേഷൻ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോയോ? അതിന് ഷിനോ പറയും, ടെലിപ്പോർട്ട് ആവാൻ യാതൊരു ചാൻസും ഇല്ല. ഒരു പക്ഷേ അവൻ ടെലിപ്പോർട്ടായ എന്റെ ഇൻസെക്റ്റും അവനെ ഫോളോ ചെയ്തു പോവും. കാക്കാഷി പറയും, ഇതൊരു റയർ ജിപ്സു ആണ്, ഫോർത്ത് ഒക്കായ്ക്ക് മാത്രമേ ഈ ഒരു ജിപ്സു അത് ചെയ്യാൻ കഴിയൂ. അപ്പൊ അക്കമൊരു പട്ടിക്കുട്ടി അവൻ പുറകിലോട്ട് തിരിഞ്ഞു നിന്ന് ഇപ്പൊ കുരയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അവര് കാണും അവരുടെ തൊട്ടു പിന്നിലായിട്ട് ടോബി അങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. അത് കണ്ട് കിബ അവൻ ചാടി വന്ന് ടോബി അടിക്കാൻ ശ്രമിക്കും. പക്ഷെ ടോബി അവനെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ മരത്തിലടിച്ച് അങ്ങനെ താഴേക്കിടും. അപ്പൊ അതേ സമയത്ത് സെറ്റ്സു അവിടേക്ക് വരും. അവൻ ടോബിയോട് പറയും, ഹിറ്റാച്ചിയും സാസുകയായിട്ടുണ്ടായിരുന്ന ബാറ്റില് അത് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവും ഇവൻ സെറ്റ്സു ആണ് അക്കാസ്കി മെമ്പേഴ്സിലെ മറ്റൊരു മെമ്പർ. ഇവിടെ സെറ്റ്സു പറയും, ബാറ്റില് സാസുക ജയിച്ചു, ഹിറ്റാച്ചി അവൻ മരിച്ചുപോയി. നമ്മുടെ ആൾക്കാര് അത് കേട്ട് ഷോക്ക് ആവുമ്പോ ടോബി ആവട്ടെ അവനെ കൊണ്ട് അത് വിശ്വസിക്കാൻ കഴിയില്ല. നീ എന്താ പറയണേ, ഹിറ്റാച്ചി മരിച്ചുപോയെന്നോ? അതിന് സെറ്റ്സു പറയും, അതാണ് സത്യം, മാത്രമല്ല സാസുകയും ഇപ്പൊ ആകെ തളർന്നു പോയിരിക്കുകയാണ്. അത് കേട്ട് കുട്ടപ്പൻ അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയടാ, ഞങ്ങളുടെ സാസുക അവൻ എന്താ പറ്റിയേ? അവനിപ്പോ എവിടെയാൻ ചോദിക്കുമ്പോ അതിന് ടോബി ആവട്ടെ അവനിപ്പോ കുട്ടപ്പനെ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പൊ കാക്കാഷി മാസ്റ്റർ ഇപ്പൊ ടോബിയെ
അവനെ നല്ല രീതിയിൽ സ്കാൻ ചെയ്യും. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ തന്നെ ഇപ്പൊ കാക്കാഷി കാണും ആ ഒരു ശരീരം കണ്ണ്. ഇവനെങ്ങനെ ശരീരം കണ്ണ് കിട്ടി? ഒച്ചിഹ ക്ലാനില് ആകെ രണ്ട് പേര് മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പൊ ഇവൻ ആരാണെന്നും പറഞ്ഞ് ഇപ്പൊ കാക്കാഷി ചിന്തിക്കാൻ തുടങ്ങും. പക്ഷെ ടോബി അവനിപ്പോ വിളിച്ചു പറയും, അടുത്ത ബാറ്റില് നിങ്ങൾ ആരും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവും. ഉടനെ കാക്കാഷി പറയും, ഇത്തവണ നമുക്ക് സാസുകയെ കണ്ടുപിടിക്കണം. ടോബി അവൻ സാസുകയെ കണ്ടുപിടിച്ച അത് വലിയ ആപത്താണ്. ഹിനട്ട, നീ നിന്റെ വ്യാഹു കണ്ണുവെച്ച് സാസുകയുടെ പ്രസൻസ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് ചെക്ക് ചെയ്യ്. അത് കേട്ടുടനെ അവളിപ്പോ അവളുടെ കണ്ണുവെച്ച് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവള് ദൂരത്തായിട്ട് കാണും ആ ഒരു ബ്ലാക്ക് ഫയർ അതങ്ങനെ കത്തി എരിയുന്നത്. അതിന് അവള് പറയും, ദൂരത്തായിട്ട് ഇപ്പൊ ബ്ലാക്ക് ഫയർ അത് കത്തി എരിയുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ചക്ര പവർ അതിനു ചുറ്റും ഇപ്പൊ ഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാക്കാഷി ആവട്ടെ ആ ഒരു ഫയർ ശ്രദ്ധിക്കും. അത് കാണുമ്പോ തന്നെ കാക്കാഷിക്ക് മനസ്സിലാവും ഇത് ആമത്തറാസ് ഫയർ ആണ്. അവരവിടെ തന്നെ ഉണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാം ഉഷാറായിട്ട് ഇപ്പൊ അവിടേക്ക് ഓടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ സാസുകയും ഹിറ്റാച്ചിയും അവര് രണ്ടുപേരും ഇപ്പൊ അങ്ങനെ കിടക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് മാധുര ഉച്ചിഹയും ആ ഒരു സെഡ്സും കടന്നു വരും. മാധുര പറയും, ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയി, എനിക്ക് ഈ ഒരു ബാറ്റില് അത് കാണാൻ കഴിഞ്ഞില്ല. അത് കേട്ട് സെഡ്സ് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു ബാറ്റിൽ മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിനക്ക് പിന്നെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇപ്പൊ ഹിറ്റാച്ചിയുടെ ബോഡി ആയിട്ട് ഇവിടുന്ന് കടന്നു പോവാം. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ ആ ഒരു ഫയർ അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിനപ്പുറത്തേക്ക് ഇപ്പൊ കടക്കാൻ കഴിയില്ല. കാക്കാഷി ഉടനെ ഇപ്പൊ യാമുട്ടോ സെൻസായോട് എന്തെങ്കിലും ചെയ്യാൻ പറയും. യാമുട്ടോ ഉടനെ ആളുടെ വുഡൻ ജിപ്സു പവർ വെച്ച് മരങ്ങളെല്ലാം തന്നെ രണ്ടു വശത്തേക്ക് മാറ്റും. കാക്കാഷി ആവട്ടെ ആളുടെ ശരീരം കണ്ട് ഉപയോഗിക്കും. അങ്ങനെ അവര് ഇപ്പൊ മുൻപോട്ട് ഓടുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കിസാമിയും ടാസുനയും അവര് രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. അപ്പൊ സെറ്റ്സു അവിടേക്ക് വന്നിട്ട് പറയും, ബാറ്റില് അത് കഴിഞ്ഞു, ഹിറ്റാച്ചി തോറ്റുപോയി, നിങ്ങളുടെ സാസുകയെ സേഫായ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ ലീഫ് വില്ലേജിലെ ആൾക്കാര് അവരിങ്ങോട്ട് വരുന്നുണ്ട്. കിസാമി, ഹിറ്റാച്ചി മരിച്ചുപോയി, ഇനി നീ എന്ത് ചെയ്യും ചോദിക്കുമ്പോ അതിനവൻ പറയും, ഞാനിനി എന്റെ വിധി തേടി മുൻപോട്ട് നടക്കും. അപ്പൊ അതേ സമയത്ത് ഇവിടെ നമ്മുടെ ആൾക്കാര് ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അവിടെ സാസുകയുടെ പൊടി പോലും കാണാനുണ്ടാവില്ല. ആ സ്ഥലം ആകെ ഇപ്പൊ തകർന്നു കിടക്കുകയാണ്. ഹിനട്ട അവളുടെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ അവിടെ മുഴുവൻ ചെക്ക് ചെയ്യാൻ ആരംഭിക്കും. അപ്പൊ ഹിനട്ട പറയും, നല്ല മഴ പെയ്തതുകൊണ്ട് എനിക്കൊന്നും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല, ഇത്തവണയും നമ്മൾ ലേറ്റായി പോയി, നമ്മളെ കൊണ്ട് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവൻ ഒരുപാട് ദേഷ്യത്തിലും സങ്കടത്തിലും അങ്ങനെ നിൽക്കും. കട്ട് ചെയ്ത ഇപ്പൊ സാസുക അവൻ കണ്ണു തുറക്കും. അവന് ചുറ്റും അവന് പരിചയമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ കാണും. അപ്പൊ മാധുര ഉച്ചിഹ അവൻ അവിടേക്ക് വന്നിട്ട് പറയും, കുഴപ്പമില്ല, നീ ഇപ്പൊ ഓക്കെയാണ്, നീ പെർഫെക്റ്റ് ആവുന്നത് വരെ നിനക്ക് ഇവിടെ താമസിക്കാം, എന്നെ നീ മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ മാധുര അവൻ മുൻപോട്ട് വരും. അപ്പൊ അവനെ കണ്ട് ഇപ്പൊ സാസുക ഷോക്കാവും. അതിന് മാധുര പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തേതുരെ കൊന്നതിന് ഞാൻ നിന്നോട് പകരം വീട്ടാൻ വന്നൊന്നുമല്ല, ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്. എനിക്ക് ചില കാര്യങ്ങള് നിന്നെ പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. മറ്റാരെ കുറിച്ചല്ല, നിന്റെ ചേട്ടൻ ഹിറ്റാച്ചിയെ കുറിച്ച്. നീ ചിന്തിക്കുന്നത് നിന്റെ ചേട്ടനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിനക്കറിയാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങള് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷെ സാസുക ആവട്ടെ ഇതൊന്നും കേട്ടിട്ട് ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ ഇരിക്കും. മാധുര പതിയെ അവന്റെ മാസ്ക് മാറ്റും. ഞാനാണ് ഉച്ചിഹ ക്ലാനിലെ ആ ഒരു സർവൈവർ. അവനെ കണ്ടുടൻ സാസുകയുടെ മങ്കിക്കു ശരീരം കണ്ണ് അത് ഓപ്പൺ ആവും. അമത്തറാസ് ഫയർ അതോടനെ മാധുരയുടെ ബോഡിയിൽ പെട്ട് അവനിപ്പോ കത്തി അമരാൻ തുടങ്ങും. ഇവിടെ സാസുകയ്ക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല, എന്താ നടക്കണേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ കണ്ണ് തിരുമും. അത് പതിയെ ഇപ്പൊ നോർമലായി മാറും. സാസുക ചുറ്റും നോക്കും, ഇപ്പൊ ആരെയും കാണാൻ കഴിയില്ല. അപ്പൊ ഒരു സൗണ്ട് കേൾക്കും, മാധുരയുടെ സൗണ്ട്. അവൻ പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, അത് ആമത്തറാസ് ഫയർ ആണ്, ഹിറ്റാച്ചി അത് ഓൾറെഡി നിന്റെ ബോഡിയിൽ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കേട്ട് ഇപ്പൊ സാസുക ഷോക്കാവും. അവനെന്തിനാ ഈ ഒരു പവർ എനിക്ക് തന്നത്? അതിന് മാധുര പറയും, എന്നെ കൊല്ലാൻ. അവൻ ഇത്രയും കാലവും നിന്നെ എന്റെ മുൻപിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഹിറ്റാച്ചി ഒരുപാട് തവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ ഇതുവരെ
അവൻ എന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ മരിക്കുന്നതിന് മുൻപ് ഒരു വിഷ്വൽ പവർ അത് നിനക്ക് തന്നു. കാരണം ഹിറ്റാച്ചി, അവൻ എന്നും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. അത് കേട്ട് സാസുക അവൻ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.